ഹായ് കൂട്ടുകാരെ, വാവച്ചി ഫാമിലീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേക്കും ഇന്നൊരു കുഞ്ഞു വീഡിയോസുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും കേരളം രാവിലെ വാർത്ത കേൾക്കുന്നത് ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളുമായാണ്. കേരളത്തിലെ ഓരോ ദിവസത്തെ വിശേഷങ്ങളും അത്രത്തോളം പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴേക്കും ഇന്നലെ രാത്രി നമ്മുടെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഒരു കൊലപാതക കേസ് പുറത്തു വന്നിരുന്നു. 23 വയസ്സുള്ള അഫാൻ വെഞ്ഞാറമൂട്, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ് ഈ കൊലപാതകം നടന്നത്. അഫാൻ കൊലപാതകം നടത്തിയത് രാവിലെ 10-നും വൈകിട്ട് 6-നും ഇടയിൽ ഓരോ ആയുധം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ആദ്യം അമ്മയെ കഴുത്ത് ഞെരിച്ചൊന്ന് കൊല്ലാൻ നോക്കി. അതിനുശേഷം അടുത്തുള്ള കടയിൽ പോയി ഒരു ചുറ്റിക വാങ്ങിക്കൊണ്ട് വന്നാണ് നമ്മുടെ അഫാൻ എല്ലാവരെയും കൊന്നിരിക്കുന്നത്. 3 മണിക്കൂറിനിടെ 3 വീടുകളിൽ 6 ബന്ധുക്കളെ ആക്രമിച്ചാണ് ഈ യുവാവ് 5 മരണം തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കും പല വാർത്തകളാണ് പുറത്തു വരുന്നത്, ബന്ധുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പുറത്തു വരുന്നത്. ഒന്ന്, പ്രണയം. അഫാൻ ഒരു പ്രണയമുണ്ടായിരുന്നു, അത് വീട്ടുകാരെ അംഗീകരിക്കാത്തതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അഫാൻ്റെ ഉമ്മയ്ക്ക് ക്യാൻസർ രോഗമായതിനാൽ അഫാൻ്റെ ബാപ്പ വന്നിട്ട് ഗൾഫിലാണ്. അവിടെ ഒരു സ്പെയർ പാർട്സ് കടയിൽ സ്പെയർ പാർട്സ് വിൽക്കുന്ന ജോലിയാണ്. അപ്പോഴേക്കും അങ്ങനെ കടഭാരം ഏകദേശം 70 ലക്ഷം രൂപ ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഭാഗത്തുനിന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാന് മയക്കുമരുന്ന്, ലഹരിയെല്ലാം ഉപയോഗിക്കുന്നെന്ന്. പക്ഷേ അഫാന് 23 വയസ്സേ ഉള്ളൂ. അഫാൻ കൊല്ലപ്പെട്ടത് സ്വന്തം അനുജനെയാണ് കൊലപ്പെടുത്തിയത്, അഫ്സർ. പിന്നെ വന്നിട്ട് അഫാൻ്റെ ഉമ്മയുടെ അമ്മയെ, സൽമ ബീബിയെ. അത് കഴിഞ്ഞിട്ട് ലത്തീഫ്, ബന്ധുക്കളാണ് ഫായിദ, ഫർസാന എന്ന് പറയുന്ന ഒരു പെൺസുഹൃത്തുമുണ്ട്, അവരെയും കൊന്നു. പിന്നെ അഫാൻ്റെ ഉമ്മ വന്നിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. തലയ്ക്ക് നല്ല പരിക്കോടെയാണ്. പക്ഷെ അഫാൻ എല്ലാവരെയും കൊന്നിരിക്കുന്നത് തല തകർത്താണ് എല്ലാവരെയും കൊന്നിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നുണ്ട് സഹോദരനോട്, അവൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവനോട് ഭയങ്കര സ്നേഹമാണ്, എപ്പോഴും ബുള്ളറ്റിൽ കൊണ്ടുപോകുമെന്നെല്ലാം. പക്ഷേ ഇതിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ആരോഗ്യമുണ്ടെങ്കിൽ ജോലി ചെയ്താൽ എത്ര കടം വന്നാലും നമുക്കത് തീർക്കാൻ കഴിയും. അതിനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ജീവനുതുള്ള സ്നേഹിച്ച് എടുത്ത് കൊണ്ട് നടന്ന മുത്തശ്ശി, അതായത് ബാപ്പയുടെ ഉമ്മയാണ് അഫാനെ കുഞ്ഞുനാളിൽ എടുത്തുകൊണ്ടൊക്കെ നടന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉള്ളിടത്ത് അഫാൻ എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞെന്ന് അറിയില്ല. അഫാൻ എല്ലാ കൊലപാതകവും ചെയ്ത ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ്. പിന്നെ അഫാൻ എലിവിഷം കഴിച്ചിട്ടുമുണ്ട്. അപ്പോഴേക്കും അഫാൻ എലിവിഷം കഴിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങളൊന്നും പോലീസിന് ചോദിക്കാൻ കഴിഞ്ഞില്ല. കൊലപാതകത്തിന് ശേഷമാണ് എലിവിഷം കഴിച്ചത് അഫാൻ പോലീസിനോട് പറഞ്ഞത്. പിന്നെ ഗ്യാസ് തുറന്ന് വിട്ടതിന് വീട്ടിൽ വിട്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ തുടർന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോഴേക്കും ഇതിൽ നിന്ന് നമ്മൾ ഓരോ സഹോദരങ്ങളും മനസ്സിലാക്കുക, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും നമുക്ക് കൊലപാതകമോ അടിയോ പ്രശ്നങ്ങളോ കേസുകളോ ഒന്നും പോയിട്ട് കാര്യമില്ല. അതെല്ലാം താൽക്കാലികം. നമ്മൾ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോഴേക്കും ഇനി ഉള്ള തലമുറകളെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് നല്ലൊരു തലമുറയ്ക്കായി കാത്തിരിക്കാം, അല്ലേ? അപ്പം ശരി, ഇങ്ങനെ ഒരു ചെറിയ, അതായത് ഈ വാർത്ത കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോഴേക്ക് വീഡിയോ ഇഷ്ടമായാൽ മറക്കരുത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസുമായി കാണാം. ബൈ.